ഓക്കെ, നോക്കുക. റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഓർ സർപ്ലസ്. നോക്കുക നിങ്ങൾ ഇതിൽ ഞാൻ കഴിഞ്ഞ ദിവസം മാർക്ക് ചെയ്ത പോലെ ഇമ്പോർട്ടന്റ് ഏരിയാസ് ഞാനിങ്ങനെ മാർക്ക് ചെയ്യാം, ഹൈലൈറ്റ് ചെയ്യാം. നിങ്ങൾ അത് വെച്ച് നോട്ട് തയ്യാറാക്കിയാൽ മതി കേട്ടോ. ഓക്കെ, റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ്, അതായത് പ്രോഫിറ്റിൽ നിന്നും ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഫസ്റ്റ് സെന്റൻസ് തന്നെ നോക്കിക്കോളൂ. വെൻ സഫിഷ്യന്റ് profit are transferred to statement of profit and loss to the debenture redemption reserve at the time of redemption of debenture, such redemption is said to be redemption out of profit. അതായത് നമുക്ക് redeem ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സഫീഷ്യന്റ് ആയിട്ടുള്ള എമൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും എന്ത് ചെയ്യുന്നു, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട്, അതായത് DRR അക്കൗണ്ട് ചുരുക്കി പറഞ്ഞ അതാണ് കേട്ടോ, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് റിഡംഷന് വേണ്ടി നമ്മൾ മാറ്റുന്നു. ഓക്കെ, അങ്ങനെ ആ മാറ്റി റിഡംഷൻ നടത്തുകയാണെങ്കിൽ ആ റിഡംഷനെ വിളിക്കുന്നവരാണ് റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ്. അതായത് പ്രോഫിറ്റിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് റിഡീം ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതായത് പ്രോഫിറ്റിൽ നിന്നും നമ്മൾ റിഡീം ചെയ്യാൻ ആവശ്യമായ ഫണ്ട്, അതായത് ഫേസ് വാല്യൂ, റിഡീം ചെയ്യുന്ന സമയത്ത് റിഡംഷൻ ഔട്ട് ഓഫ് പ്രീമിയം ഉണ്ടാകാം. അപ്പോൾ പ്രീമിയത്തിനുള്ള ഫണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, DRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യമില്ല. പ്രീമിയം റിഡീം ചെയ്യാൻ ആവശ്യമായ ഫണ്ട് നമ്മൾ നേരിട്ട് എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും റിഡംഷൻ പ്രീമിയത്തിലേക്ക് നേരിട്ട് എടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, പക്ഷേ എന്താണ് റിഡീം ചെയ്യാൻ ആവശ്യമായ ഫേസ് വാല്യൂ, അതായത് 100 രൂപയാണ് ഫേസ് വാല്യൂ എങ്കിൽ ആ 100 രൂപ റിഡീം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്രോഫിറ്റിൽ നിന്നും ആദ്യം ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് മാറ്റണം. എന്നിട്ട് ആണ് അതിൽ നിന്ന് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാറ്, റിഡീം ചെയ്യുക. അപ്പൊ ആ ഒരു പോയിന്റും ഓർമ്മയുണ്ടാവണം. അപ്പോൾ ഫേസ് വാല്യൂ എന്നുള്ള ഒരു പോർഷൻ, അതായത് റിഡീം ചെയ്യേണ്ട ഫേസ് വാല്യൂ പോർഷൻ ആണ് പ്രോഫിറ്റിൽ നിന്നും അല്ലെങ്കിൽ റിസർവിൽ നിന്നും നമ്മൾ എങ്ങോട്ട് മാറ്റുക, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് മാറ്റുക. ഓക്കെ, അപ്പൊ എന്താണ് റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും എന്താണ് ഡിബഞ്ചർ റിഡംഷൻ റിസർവിലേക്ക് എന്താണ് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് റെഡീം ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എന്ത് വിളിക്കുന്നത്, റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, this is called redemption out of profit because it reduces the amount of profit available for dividend. അതായത് എന്താണ് ഇതിനെ റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് എന്ന് വിളിക്കാനുള്ള കാരണം എന്താണ്, ഈ നമുക്ക് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വർഷം ഒരു ബിസിനസ് ഉണ്ടാക്കുന്ന പ്രോഫിറ്റിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കാറുള്ളത്. ഓക്കെ, അപ്പം എന്താണ് ഈ പ്രോഫിറ്റിൽ നിന്നാണ് നമ്മൾ റിഡംഷൻ നടത്തുന്നത് എങ്കിൽ നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ള എന്ത് പ്രോഫിറ്റിന്റെ പോർഷൻ അവിടെ കുറയാണ് ചെയ്യുക. അപ്പോൾ ഷെയർ നമുക്കറിയാം എന്താണ് പ്രോഫിറ്റ് അവൈലബിൾ ഫോർ ഡിവിഡൻഡ് കൊടുക്കാൻ അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഡിവിസിബിൾ പ്രോഫിറ്റ് കുറയാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം എന്താണ്, പ്രോഫിറ്റിൽ നിന്നും, അതായത് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കാൻ അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റിൽ നിന്നും പണം ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ റിഡംഷൻ നടത്തുന്നത്. ഓക്കെ, അപ്പം ഇനി നോക്കുക, ഇവിടെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് പറയുന്നുണ്ട്. പോയിന്റ്സ് നോക്കുക. ദ ന്യൂ പ്രൊവിഷൻസ് റിഗാർഡിംഗ് റിഡംഷൻ ഓഫ് ഡിബഞ്ചർ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആർ, അതായത് റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പാലിക്കേണ്ട കുറെ നിയമങ്ങളാണ് താഴെ പറയുന്നത്. അപ്പം പഴയ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എടുത്ത് വെച്ച് പഠിക്കുന്നവർക്ക് ഒരുപാട് മാറ്റം അതിനകത്തുണ്ട് എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന കുറെ ന്യൂ പ്രൊവിഷൻസ് ആണ്. എന്താണ് പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് നോക്കാം. ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഷാൽ ബി ക്രിയേറ്റഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്, അതായത് നമ്മൾ ഏറ്റവും ആദ്യം എന്ത് ചെയ്യണം, പ്രോഫിറ്റിൽ നിന്നും ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് എന്ത് ചെയ്യണം, നമ്മൾ പ്രോഫിറ്റിൽ നിന്നും ക്രിയേറ്റ് ചെയ്യണം. അതാണ് ആദ്യം തന്നെ പോയിന്റിൽ പറഞ്ഞു. കാരണം ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ചെയ്യുന്നത്, റിഡംഷൻ നടത്തുന്നത് ഇവിടെ. അതുകൊണ്ട് തന്നെ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഏറ്റവും ആദ്യം നമ്മൾ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ക്രിയേറ്റ് ചെയ്യണം. ആ ക്രിയേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞു. എങ്ങനെയാണ്, നമ്മൾ റെഡീം ചെയ്യാൻ പോകുന്ന ഡിബഞ്ചറിന്റെ ഫേസ് വാല്യൂ എത്രയാണോ ആ ഫേസ് വാല്യൂ ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് ആണ് നമ്മൾ പ്രോഫിറ്റിൽ നിന്ന് എടുക്കുക. അപ്പോൾ ആ ഫേസ് വാല്യൂ ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് ആയിരിക്കും നമ്മൾ ഡിബഞ്ചർ റിഡംഷൻ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം ഡിബഞ്ചർ റിഡംഷൻ റിസർവ് എന്ത് ചെയ്യണം, നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ദെൻ ദ ന്യൂ പ്രൊവിഷൻ റിഗാർഡിംഗ് ദി എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ടു ബി ട്രാൻസ്ഫർ ടു DRR ആസ് ഫോളോസ്. അപ്പോൾ DRRലേക്ക് പ്രോഫിറ്റിൽ നിന്നും എന്താണ് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള പുതിയ പ്രൊവിഷൻസ് താഴെ പറയുന്നതാണെന്ന് പറയുന്നത്. അതായത് എന്താണ്, ഒരു കമ്പനി നിർബന്ധമായിട്ടും എന്താണ് 10%, അറ്റ്ലീസ്റ്റ് 10% ഓഫ് ദി ഫേസ് വാല്യൂ ഓഫ് ഡിബഞ്ചർ ബിഫോർ ഡിബഞ്ചർ റിഡംഷൻ കമൻസ് എന്ത് ചെയ്യണം, നമ്മൾ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് മാറ്റണം. അതായത് ഡിബഞ്ചർ റിഡംഷൻ നടത്തുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, മിനിമം എന്താണ് ഫേസ് വാല്യൂന്റെ 10% നമ്മൾ എന്ത് ചെയ്യണം, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ പറഞ്ഞ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്,
നമുക്ക് 100% നമുക്ക് ക്യാപിറ്റലിലൂടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിബഞ്ചർ റിഡംഷൻ നടത്താൻ പറ്റില്ല. എന്ത് ചെയ്യണം, മിനിമം 10% എങ്കിലും നമ്മൾ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ചെയ്യണം. അതായത് അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഔട്ട് ഓഫ് പ്രോഫിറ്റ് 10% ഫേസ് റെഡീം ചെയ്യാൻ പോകുന്ന ഡിബഞ്ചറിന്റെ 10% ഡി ആർ ആറിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞാൽ എന്താണ്, ഡി ആർ ആറിലേക്ക് മാറ്റി റെഡീം ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മിനിമം 10% ഫേസ് വാല്യൂവിന്റെ 10% നമ്മൾ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് മാറ്റണം. അപ്പൊ ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക. കാരണം കഴിഞ്ഞ വർഷം വരെ അല്ലെങ്കിൽ കുറച്ച് മുമ്പ്, കഴിഞ്ഞ വർഷത്തിന് തൊട്ട് മുമ്പ് വരെ ഈ 25% ആയിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, നമ്മൾ മിനിമം ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. 25% ഈ 10% എന്നുള്ളത് 25%. ഓക്കെ, ഇപ്പൊ അത് 10% ആക്കിയിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കണം. പഴയ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ 25% ആയിരിക്കും അവിടെ കാണുക. ഓക്കെ, അത് വെച്ച് പഠിക്കുന്നതിന് ശ്രദ്ധിക്കുക. ദെൻ ഇനി ഇവിടെ പറയുന്ന കുറച്ച് സ്ഥാപനങ്ങൾ പറയുന്നുണ്ട്. അതായത് പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, LIC, ICICI, IFCI, IDBI, അതുപോലെ തന്നെ എന്താണ് ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സച്ച് ആസ് എക്സിം ബാങ്ക്, നബാർഡ്, സിഡ്ബി, നാഷണൽ ഹൗസിംഗ് ബാങ്ക്, പിന്നെ എന്താണ് ഹൗസിംഗ് ഫിനാൻസ് കമ്പനീസ്, അങ്ങനെയുള്ള കുറച്ച് ഈ ഇവിടെ പറയുന്ന 6 പോയിന്റ്സിൽ പറയുന്ന സ്ഥാപനങ്ങൾ, ലിസ്റ്റഡ് കമ്പനീസ്. ഇത്തരം ഇതിൽ ഈ പറയുന്ന 1 മുതൽ 6 പോയിന്റ്സിൽ പറയുന്ന ഇത്തരം സ്ഥാപനങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, DRR ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദ ഫോളോയിങ് കമ്പനീസ് ആർ എക്സംപ്റ്റ് ഫ്രം ക്രിയേഷൻ ഓഫ് DRR. അതായത് 10% പ്രോഫിറ്റിൽ നിന്നും DRR അക്കൗണ്ടിലേക്ക്, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. ഓക്കെ, ഇവിടെ പറയുന്ന ഈ 6 ടൈപ്പ് ഓഫ് സ്ഥാപനങ്ങൾ, അതായത് പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, LIC, ICICI, IFCI, IDBI പോലെയുള്ള സ്ഥാപനങ്ങൾ, പിന്നെന്താണ് ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് എക്സിം ബാങ്ക്, നബാർഡ്, സിഡ്ബി, നാഷണൽ ഹൗസിംഗ് ബാങ്ക്, പിന്നെന്താണ് ഹൗസിംഗ് ഫിനാൻസിംഗ് കമ്പനീസ് രജിസ്റ്റർഡ് വിത്ത് NHB, പിന്നെന്താ നാഷണൽ ഹൗസിംഗ് ബോർഡ് ആയിട്ട് NHBയുടെ ഫുള്ള്, ദെൻ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ, പിന്നെ ഷെഡ്യൂൾഡ് ബാങ്കുകൾ, പിന്നെ ലിസ്റ്റഡ് കമ്പനീസ്, പ്രൈവറ്റ് ആയിക്കോട്ടെ പബ്ലിക് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള കമ്പനികളൊന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, റിഡംഷൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് DRR ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാ പറയുന്നത്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, thus all the above companies need not create DRR, or all other unlisted companies should be create DRR. അപ്പൊ മുകളിൽ പറഞ്ഞ കമ്പനി അല്ലാത്ത എല്ലാ അൺലിസ്റ്റഡ് കമ്പനീസ് എന്ത് ചെയ്യണം, DRR ക്രിയേറ്റ് ചെയ്യണം by transferring from profit at least 10% of outstanding value of debenture to DRR. അതായത് എന്താണ്, റെഡീം ചെയ്യാൻ ഇനി ബാക്കി എത്ര ഡിബഞ്ചർ ഉണ്ടോ ആ ഡിബഞ്ചറിന്റെ മിനിമം 10% എന്ത് ചെയ്യണം, DRRലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, അത്തരത്തിലുള്ള അൺലിസ്റ്റഡ് കമ്പനി DRR ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ആ ഒരു പോയിന്റ് നിങ്ങൾ നിർബന്ധമായിട്ടും നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ഓക്കെ, ഇനി അതിനകത്ത് നമുക്ക് ഈ താഴെ പറയുന്ന ഈ ഭാഗങ്ങളൊന്നും നിങ്ങൾ നോക്കണമെന്നില്ല. അതൊക്കെ നിയമവശങ്ങളാണ് പറയുന്നത്. അത് നേരത്തെ 25 അത് 10 മാറ്റി എന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. അതിനകത്ത് വേറെ നിയമവശങ്ങളൊന്നും നമുക്ക് എന്താണ് പ്രോബ്ലം ആയിട്ടോ തിയറി ആയിട്ടോ നമുക്ക് എഴുതേണ്ടതായിട്ട് വരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ അത് നോട്ട് ചെയ്യണം, നിർബന്ധമില്ല. ഓക്കെ, ഇനി ഇപ്പൊ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. ഈ കമ്പനികൾ ഏതാന്നുള്ളതും നിങ്ങൾ നോട്ട് ചെയ്യണം. ഏതൊക്കെ സ്ഥാപനങ്ങളാണ് എന്താണ് DRR ക്രിയേറ്റ് ചെയ്യേണ്ടാത്തത്. ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം, DRR ക്രിയേറ്റ് ചെയ്യേണ്ടാത്ത സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള രീതിയിൽ പാർട്ട് B സെക്കൻഡ് പാർട്ടിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, പിന്നെ DRR എന്താണ്, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് എന്താണ് എന്നുള്ളതും നിങ്ങൾക്ക് എവിടെ ചോദിക്കാം. പൊതുവെ എല്ലാ തവണയും പാർട്ട് A ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് DRR, വാട്ട് ഈസ് റിഡംഷൻ ഓഫ് ഡിബഞ്ചർ എന്ന രീതിയിലൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ആ രീതിയിൽ വാട്ട് ഈസ് റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ്, വാട്ട് ഈസ് റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ, അപ്പൊ അങ്ങനെയുള്ള ഒരു എന്താണ് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാവുന്ന രീതിയിൽ ഇതിനുള്ള ആൻസറുകളൊക്കെ നിങ്ങൾ റെഡിയാക്കി വെക്കണം. ആ ആൻസർ ചെയ്യാവുന്ന രീതിയിലുള്ള നോട്ടുകൾ നിങ്ങൾ റെഡിയാക്കി വെക്കണം കേട്ടോ, 2 മാർക്ക്. ആ രീതിയിലുള്ള പോയിന്റ്സ് ഒക്കെ ഞാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് സെബി ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ട്, അതായത് സെബി എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി നടത്തുവാൻ വേണ്ടിയിട്ട് നിയമപ്രകാരം രൂപം കൊണ്ടിട്ടുള്ള ഒരു സ്ഥാപനമാണ് സെബി എന്ന് പറയുന്നത്. അപ്പൊ സെബി നിയമം അനുസരിച്ച്, സെബിയുടെ ഗൈഡ് ലൈൻ അനുസരിച്ചിട്ട് എന്താണ് റെഡീം ചെയ്യുന്ന സമയത്ത് പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ എന്തൊക്കെയാണ്? കാരണം ഈ ഷെയറുമായി ബന്ധപ്പെട്ട് ഡിബഞ്ചർ അങ്ങനെയുള്ള ഈ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്നത്, അതിന്റെ നിയമങ്ങൾ ആൻഡ് പ്രൊവിഷൻസ് ഒക്കെ നോക്കുന്ന ആരാണ്? സെബിയാണ്. അപ്പൊ സെബി പറയുന്നത് എന്താണ്? കമ്പനികളെല്ലാം കമ്പനീസ് ആക്ടിന്റെ പരിധിയിലാണ് വരുന്നത് എങ്കിൽ പോലും എന്താണ് സെബി
കമ്പനി അവരുടെ ആവശ്യമായ ഫണ്ട് കണ്ടെത്തുന്നത് എന്താണ് സെക്യൂരിറ്റീസ് ഇഷ്യൂ നടത്തിയിട്ടാണല്ലോ. അപ്പൊ ആ സെക്യൂരിറ്റീസ് ഇഷ്യൂ നടത്തുന്ന സമയത്ത് പാലിക്കേണ്ട നിയമങ്ങളെ കുറിച്ച് പറഞ്ഞ സെബിയാണ്. അപ്പൊ സെബി പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ഒന്ന്, സെബി ഹാസ് പ്രൊവൈഡ് ദ ഫോളോയിങ് ഗൈഡ്ലൈൻസ് ഫോർ റിഡംഷൻ ഡിബഞ്ചർ വിത്ത് വ്യൂ ടു പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ആ ഡിബഞ്ചർ ഹോൾഡേഴ്സിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി സെബി, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അവര് കുറച്ച് എന്താണ് ഗൈഡ് ലൈൻസ് നൽകിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഗൈഡ് ലൈൻസ് എന്നുള്ളത് നോക്കുക. ഒന്നെന്താണ്, എവറി കമ്പനി ഷാൾ ക്രിയേറ്റ് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻ കേസ് ഓഫ് ഡിബഞ്ചർ റെഡീമബിൾ ആഫ്റ്റർ എ പീരീഡ് ഓഫ് മോർ ദാൻ 18 months ഫ്രം ദി ഡേറ്റ് ഓഫ് ഇഷ്യൂ. അതായത് എന്താണ്, ഡിബഞ്ചർ ഇഷ്യൂ നടത്തി 18 മാസങ്ങൾക്ക് ശേഷമാണ് ഡിബഞ്ചർ റെഡീം ചെയ്യുന്നതെങ്കിൽ ആ ഡിബഞ്ചർ റെഡീം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, കമ്പനി ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ക്രിയേറ്റ് ചെയ്യണം. എല്ലാ കമ്പനിയും, എവരി കമ്പനി എന്ന് പറഞ്ഞാൽ എല്ലാ കമ്പനിയും എന്ത് ചെയ്യണം, 18 മാസങ്ങൾക്ക് ശേഷമാണ് ഡിബഞ്ചർ റെഡീം ചെയ്യുന്നതെങ്കിൽ, 18 months ശേഷമാണ് എന്ത്, ഡേറ്റ് ഓഫ് ഇഷ്യൂ നടത്തിയിട്ട് 18 മാസങ്ങൾക്ക് ശേഷമാണ് ഡിബഞ്ചർ റെഡീം ചെയ്യുന്നതെങ്കിൽ, അതായത് 1.5 വർഷത്തിന് ശേഷമാണ് ഡിബഞ്ചർ റെഡീം ചെയ്യുന്നതെങ്കിൽ എല്ലാ കമ്പനിയും എന്ത് ചെയ്തിരിക്കണം, നിർബന്ധമായിട്ടും DRR ക്രിയേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, സെബി പറയുന്നത് എന്താണ്, ആ DRR എത്രയാണ്, അറ്റ്ലീസ്റ്റ് 25% എന്നാണ് സെബി ഗൈഡ് ലൈൻ അനുസരിച്ച് പറയുന്നത്. പക്ഷേ ഇവിടെ എന്താണ്, ആസ് പെർ ന്യൂ അമെന്റ്മെന്റ്, പുതിയ എന്താണ് ഭേദഗതി പ്രകാരം എന്താണ്, ആ 25 എത്രയായിട്ട് മാറ്റിയിട്ടുണ്ട്, 25%, 25%ത്തിനെ 10% റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു പോയിന്റ് നിങ്ങൾ ഓർമ്മയിൽ വേണം. സെബി പറഞ്ഞിട്ടുണ്ടായിരുന്നത് 25% എന്ത് ചെയ്യണം, DRRലേക്ക് മാറ്റണം എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പുതിയ അമെന്റ്മെന്റ്, പുതിയ ഭേദഗതി പ്രകാരം അത് 10% ആയിട്ട് മാറിയിട്ടുണ്ട്. നോക്കുക, തേർഡ് പോയിന്റ് നോക്കൂ. ദ ക്രിയേഷൻ ഓഫ് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഈസ് ഒബ്ലിഗേറ്ററി ഫോർ നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചർ ആൻഡ് കൺവേർട്ടബിൾ പോർഷൻ ഓഫ് ദി പാർട്ട്ലി കൺവേർട്ടബിൾ ഡിബഞ്ചർ. അപ്പൊ എന്താണ്, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞത് എന്താണ്, ഒബ്ലിഗേറ്ററി, ഒരു ബാധ്യതയാണ്, ഫോർ നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ആൻഡ് നോൺ കൺവേർട്ടബിൾ പോർഷൻ ഓഫ് ദി പാർട്ട്ലി കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്. അതായത് നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സിന്റെ കേസിൽ, അതായത് നോൺ കൺവേർട്ട് ഡിബഞ്ചർ പലതരത്തിലുണ്ട്, റെഡീമബിൾ, ഇറഡീമബിൾ, കൺവേർട്ടബിൾ, നോൺ കൺവേർട്ടബിൾ, അങ്ങനെ പല രീതിയിൽ ഡിബഞ്ചർ റിഡംഷൻ ഒക്കെ കഴിഞ്ഞ സെമസ്റ്റർ നിങ്ങൾ പഠിച്ചതാണ് ഡിബഞ്ചറിനെ കുറിച്ച്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിബഞ്ചർ. അപ്പൊ അതിൽ നമ്മുടെ ഡിബഞ്ചർ എന്ന് പറയുന്നത് ഒരു നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചർ ആണെങ്കിൽ, എന്താ നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചറിനെ നമുക്ക് എന്താണ്, മറ്റു ഫോമിലുള്ള സെക്യൂരിറ്റീസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത ഡിബഞ്ചർ റെഡീം ചെയ്യണമെങ്കിൽ പല രീതിയുണ്ട് അല്ലെ, ക്യാഷ് കൊടുത്തുകൊണ്ട് റെഡീം ചെയ്യാം, അതിനെന്താണ് കൺവേർട്ട് ചെയ്തുകൊണ്ട് ഡിബഞ്ചറിനെ മറ്റൊരു ഫോമിലേക്ക്, ഡിബഞ്ചറിനെ എന്ത് ചെയ്യാം, നമുക്ക് ഇക്വിറ്റി ഷെയർ ആക്കി കൺവേർട്ട് ചെയ്യാം, പ്രിഫറൻസ് ഷെയർ ആക്കി കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡിബഞ്ചറിനെ പുതിയ ഫോമിലുള്ള ന്യൂ ഡിബഞ്ചർ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത ഡിബഞ്ചർ ആണെങ്കിൽ, നമ്മുടെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അത് നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചർ ആയിട്ടാണ് ഇഷ്യൂ നടത്തിയതെങ്കിൽ, അതുപോലെ എന്താണ് പാർട്ട്ലി കൺവേർട്ടബിൾ, അതായത് കുറച്ച് പോർഷനെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ, കുറച്ച് പോർഷൻ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ പാർട്ട്ലി കൺവേർട്ടബിൾ ആയിട്ടുള്ള ഡിബഞ്ചർ ആണെങ്കിൽ അതിലെ നോൺ കൺവേർട്ടബിൾ പോർഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ എന്താണ് ഇവിടെ പറയുന്നത്, ഇത്രയേ ഉള്ളൂ, നോൺ കൺവേർട്ടബിൾ പോർഷൻ അല്ലെങ്കിൽ നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചറിന് വേണ്ടിയിട്ട് നിർബന്ധമായിട്ടും ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കമ്പനിയുടെ ഒരു ബാധ്യതയാണ്. അപ്പൊ നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചർ ആണെങ്കിൽ അവിടെ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് ക്രിയേറ്റ് ചെയ്യണം എന്നാണ് സെബി പറയുന്നത്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് ശ്രദ്ധിക്കാം. ഇനി നാലാമത്തെ പോയിന്റിൽ എന്താ പറയുന്നത്, വിഡ്രോവൽ ഫ്രം ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഈസ് പെർമിസിബിൾ ഓൺലി ആഫ്റ്റർ 10% ഓഫ് ഡിബഞ്ചേഴ്സ് ആർ റെഡീംഡ്. ഇപ്പൊ ഡിബഞ്ചർ റിഡംഷൻ റിസർവിൽ നിന്നും പണം ഉപയോഗിക്കുക, റെഡീം എന്താണ്, ആ പണം അതിലെ റിസർവിൽ എന്താണ് വിഡ്രോവൽ നമുക്ക് അനുവദിക്കുന്നത് എന്താണ്, 10% ഡിബഞ്ചർ റെഡീം ചെയ്തതിന് ഓൺലി ആഫ്റ്റർ 10% ഡിബഞ്ചർ ആർ റെഡീംഡ്. അതായത് 10% ഡിബഞ്ചർ റെഡീം ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ആ ഡിബഞ്ചർ റിഡംഷൻ റിസർവിൽ നിന്നുള്ള എന്താണ് ഫണ്ട് വിഡ്രോ ചെയ്യാൻ നമുക്ക് എന്ത് അനുവദിക്കുന്നത് എന്ന് പറയുന്നത്. ഓക്കെ, പെർമിസിബിൾ ഓൺലി ആഫ്റ്റർ 10% ഡിബഞ്ചർ ആർ റെഡീംഡ്. ഇനി അഞ്ചാമത്തെ പോയിന്റ് നോക്കൂ. ഇൻ കേസ് ഓഫ് ഡിബഞ്ചേഴ്സ് ആർ ഫുള്ളി ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഓർ സർപ്ലസ്, 100% ഓഫ് ദി ഫേസ് വാല്യൂ ഈസ് എമൗണ്ട് ഓഫ് issued amount of debenture should be transferred from statement of profit and loss to DRR account. അപ്പൊ എന്താണ്, നമ്മൾ ഡിബഞ്ചർ റിഡംഷൻ നടത്തുന്നത് 100% എന്താണ് DRRൽ നിന്നാണ്. നമുക്കറിയാം 100% നമുക്ക് DRRൽ നിന്നും അല്ലെങ്കിൽ പ്രോഫിറ്റിൽ നിന്നും റെഡീം ചെയ്യാം. പക്ഷെ 100% നമുക്ക് ക്യാപിറ്റലിൽ നിന്ന് റെഡീം ചെയ്യാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞ ആ ഒരു പോയിന്റ് നിങ്ങൾ കൺഫ്യൂസിങ് ആവരുത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എന്താണ്, മിനിമം 10% പ്രോഫിറ്റിൽ നിന്ന് നടത്തണം. 100% നമ്മൾക്ക് ക്യാപിറ്റലിൽ നിന്ന് നടത്താൻ പാടില്ല എന്നാ പറഞ്ഞത്. ഓക്കെ, ക്ലിയർ. അപ്പൊ ഇവിടെ നിങ്ങൾ സംശയം വരരുത്. ഇവിടെ പറഞ്ഞ എന്താണ്, 100% പ്രോഫിറ്റിൽ നിന്നാണ് നിങ്ങൾ റെഡീം ചെയ്യുന്നത് എങ്കിൽ എന്ത് ചെയ്യണം, ഫേസ് വാല്യൂവിന്റെ, റെഡീം ചെയ്യാൻ പോകുന്ന ഡിബഞ്ചറിന്റെ ഫേസ് വാല്യൂവിന്റെ
100% നമ്മൾ എങ്ങോട്ട് മാറ്റണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും DRR അക്കൗണ്ടിലേക്ക് മാറ്റണം. അപ്പൊ ഈ സെബി ഗൈഡ് ലൈൻ അനുസരിച്ചിട്ട് ഈ 5 പോയിന്റ്സ് നിങ്ങൾക്ക് ഓർമ്മയിൽ ഉണ്ടാവണം. കാരണം ഈ 5 പോയിന്റ്സ് നിങ്ങൾക്ക് ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാർട്ട് ബിയിൽ പാരഗ്രാഫ് ആയിട്ട് ചോദിക്കാം. ഓക്കെ, വാട്ട് ആർ സെബി ഗൈഡ് ലൈൻസ്, എന്തൊക്കെയാണ് ഡിബഞ്ചർ റിഡംഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് എന്ന് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള എന്താണ് സെബി ഗൈഡ് ലൈൻസ് നിന്നല്ലാതെ തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ് ഇവിടെ വരുന്നത്. സെബി ഗൈഡ് ലൈൻസിൽ കുറച്ച് ഒരു 18 മന്ത് എന്നുള്ള ഒരു കാര്യം പറഞ്ഞു. 18 മാസത്തിന് ശേഷമാണ് റെഡീം ചെയ്യുന്നതെങ്കിൽ നിർബന്ധമായിട്ട് DRR ക്രിയേറ്റ് ചെയ്യണം. പിന്നെ എത്രയാണ് 25% പറയുന്നത്. ഇപ്പൊ അത് 10% മാറ്റിയിട്ടുണ്ട് DRR ക്രിയേറ്റ് ചെയ്യേണ്ടത്. പിന്നെന്താണ് നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചറിന്റെ കേസിൽ അല്ലെങ്കിൽ നോൺ കൺവേർട്ടബിൾ പോർഷൻ ഓഫ് ഡിബഞ്ചറിന്റെ കേസിൽ എന്താണ് ഒബ്ലിഗേഷൻ ആണ്, ഒരു കമ്പനിയുടെ ബാധ്യതയാണ് എന്ത് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. പിന്നെന്താണ് 10% റിഡംഷൻ നടത്തി കഴിഞ്ഞാൽ മാത്രമേ ഡിബഞ്ചർ റിഡംഷനിൽ നിന്ന് വിഡ്രോവൽ അനുവദിക്കുകയുള്ളൂ. അവിടെ പറഞ്ഞ പോയിന്റ്സ് അതൊക്കെയാണ്. പിന്നെന്താണ് 100% റെഡീം ചെയ്യുന്നത് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും ഫേസ് വാല്യൂന്റെ 100% DRR അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് നമ്മൾ നിർബന്ധമായിട്ടും ട്രാൻസ്ഫർ ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് സെബി ഗൈഡ് ലൈൻ അനുസരിച്ചിട്ട് പറയുന്നത്. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ഔട്ട് ഓഫ് പ്രോഫിറ്റുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഔട്ട് ഓഫ് പ്രോഫിറ്റ് വരുന്ന സമയത്ത് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ജേണൽ എൻട്രീസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ജേണൽ എൻട്രീസ് നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഓൾമോസ്റ്റ് പ്രോബ്ലം നമുക്ക് ഔട്ട് ഓഫ് പ്രോഫിറ്റ് പ്ലസ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ മിക്സ്ഡ് ആയിട്ടുള്ള പ്രോബ്ലം ആണ് ചോദിക്കുക. അപ്പോൾ ഔട്ട് ഓഫ് ക്യാപിറ്റലിൽ നമുക്ക് വലിയ സംശയത്തിന് ആവശ്യമില്ല. എന്താണ് ഡിബഞ്ചർ ഡ്യൂ ആക്കുന്നു, എന്താണ് ഡിബഞ്ചറിന്റെ പേയ്മെന്റ് കാണിക്കുന്നു. ഡ്യൂ ആൻഡ് പേയ്മെന്റ് എൻട്രീസ് മാത്രമേ ഔട്ട് ഓഫ് ക്യാപിറ്റലിൽ വരുള്ളൂ. ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആവുന്ന സമയത്ത് നമുക്ക് ഒരു മിനിമം ഒരു 5 എൻട്രീസ് നമുക്ക് വരും. അപ്പോൾ ആ 5 എൻട്രീസ് എന്തൊക്കെയാണ് നോക്കുക. 5 എൻട്രീസും ഓരോ ഇയറിൽ അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അപ്പം ഒരു വലിയൊരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് 10-20 ജേണൽ എൻട്രീസ് വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ഏരിയ. അപ്പോൾ ജേണൽ എൻട്രീസ് എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഏതൊക്കെ സാഹചര്യങ്ങൾ ഏതൊക്കെ എൻട്രീസ് എഴുതും. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ എൻട്രി എന്താണ് നോക്കാം. ഒന്നാമത്തെ എൻട്രി എന്താണ്? ഫോർ ഇൻവെസ്റ്റിംഗ് ദി എമൗണ്ട് സോ അപ്രോപ്രിയേറ്റഡ് ഇൻ ദി ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അറ്റ്ലീസ്റ്റ് 15% amount of debenture to be redeemed by 31st March of next year. അതായത് അടുത്ത കൊല്ലം റെഡീം ചെയ്യാൻ പോകുന്ന അടുത്ത കൊല്ലം 31st മാർച്ച് അടുത്ത കൊല്ലം മാർച്ച് 31 റെഡീം ചെയ്യാൻ പോകുന്ന ഡിബഞ്ചറിന്റെ മിനിമം 15% നമ്മൾ എന്ത് ചെയ്യണം? DRR എന്ന് പറഞ്ഞ ടേം കേട്ടു നിങ്ങൾ. അതേപോലെ അടുത്തൊരു ടേമാണ് DRI. അതിന്റെ പേര് എന്താണ്? ഫുൾ ഫോം എന്താണ്? ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട്. അതായത് നമ്മൾ അടുത്ത കൊല്ലം റെഡീം ചെയ്യാൻ പോകുന്ന ഡിബഞ്ചറിന്റെ എന്താണ് മിനിമം 15% നമ്മൾ എന്ത് ചെയ്യണം? അതിന് തൊട്ട് മുമ്പത്തെ വർഷം, ഓക്കെ, അതിന് തൊട്ട് മുമ്പത്തെ വർഷം ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എൻട്രി ചെയ്യണം. അതായത് ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിലേക്ക് നമ്മൾ അതിന് തൊട്ട് മുമ്പത്തെ വർഷം നമ്മൾ എന്ത് ചെയ്യണം? മാറ്റണം, ഇൻവെസ്റ്റ്മെന്റ് നടത്തണം. ചുരുക്കി പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തണം. ഓക്കെ, അപ്പൊ ഇത് എഴുതേണ്ട ഒരു ഡേറ്റ് ഉണ്ട്. ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒന്നുകൂടി പറയാം, അടുത്ത വർഷം റെഡീം ചെയ്യാൻ പോകുന്ന, അതായത് അടുത്ത വർഷം ലാസ്റ്റ് അടുത്ത വർഷം ഇയർ എൻഡ് ആണ് 31st മാർച്ച് എന്ന് പറഞ്ഞത്. അപ്പൊ അടുത്ത വർഷം ലാസ്റ്റ് നമ്മൾ റെഡീം ചെയ്യാൻ പോകുന്ന ഡിബഞ്ചറിന്റെ 15% നമ്മൾ എങ്ങോട്ട് മാറ്റണം? ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിലേക്ക് മാറ്റണം. അല്ലെങ്കിൽ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നടത്തണം. റെഡീം ചെയ്യാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റ്. അപ്പം അത് നടത്തേണ്ട ഡേറ്റ് ഉണ്ട്. ആ ഡേറ്റ് എന്താണ്? റെഡീം ചെയ്യുന്ന വർഷത്തിന്റെ തൊട്ട് മുമ്പത്തെ വർഷം ഏപ്രിൽ 30 ആയിരിക്കും ആ ഡേറ്റ്. അപ്പൊ ആ ഡേറ്റ് നിങ്ങൾ ഒന്ന് പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്ത് വെക്കുക. റെഡീം ചെയ്യാൻ പോകുന്ന വർഷത്തിന്റെ, അതായത് 2025 മാർച്ച് 31 നമ്മൾ ഒരു എമൗണ്ട് റെഡീം ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അതിന് തൊട്ട് മുമ്പത്തെ വർഷത്തിന്റെ ഏപ്രിൽ 30 എന്താക്കണം? നമ്മൾ ഈ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് റെഡീം ചെയ്യാൻ പോകുന്ന എമൗണ്ടിന്റെ 15% ആ ഒരു അക്കൗണ്ടിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ എൻട്രി എന്താ വരിക? ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഒരു അസറ്റ് ആണ്. ഇപ്പൊ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അസറ്റ് ആണ്. ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ അസറ്റ് ആണ്. അപ്പൊ അസറ്റിന്റെ അക്കൗണ്ടിങ് എൻട്രി എപ്പോഴും എവിടെ വരിക? ഡെബിറ്റാ വരിക അല്ലെ? ഡെബിറ്റ്. ദെൻ
നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന എന്താണ്? ക്യാഷ് ആണ് അല്ലെങ്കിൽ ബാങ്ക് ആണ്. അപ്പോൾ വാട്ട് ഗോസ് ഔട്ട്, എന്താണ് പുറത്തേക്ക് പോകുന്നത്, അതിനെന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. നമുക്ക് ജേണൽ എൻട്രി അറിയാം അല്ലേ? അസറ്റുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രി എന്താണ്? വാട്ട് കംസ് ഇൻ ഡെബിറ്റ്, വാട്ട് ഗോസ് ഔട്ട് ക്രെഡിറ്റ് എന്നുള്ളതാണ്. എന്താണ് വരുന്നത് അതിനെ ഡെബിറ്റ് ചെയ്യണം. ഇവിടെ എന്താണ് വരുന്നത്? ഇൻവെസ്റ്റ്മെന്റ് ആണ് നമുക്ക് ഉണ്ടാവുന്നത് അല്ലെ? ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് എന്നൊരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകുന്നു. അതുകൊണ്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെബിറ്റ് ചെയ്യുന്നു. ദെൻ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നു അസറ്റ് തന്നെയാണ്. എന്താണ്? ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് ആണ് നമ്മുടെ കയ്യിൽ നിന്ന് കുറയുന്നത്. അപ്പോൾ വാട്ട് ഗോസ് ഔട്ട്, ക്യാഷ് പോകുന്നു ടു ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ ക്യാഷ് ട്രാൻസാക്ഷൻസ് കമ്പനീസ് നടത്താറില്ലല്ലോ വലിയ എമൗണ്ടിന്റെ, ആ ബാങ്കിലൂടെയാണ് നടത്തുക. അതുകൊണ്ടാണ് നമ്മൾ ടു ബാങ്ക് എന്ന് എഴുതുന്നത് കേട്ടോ. അപ്പൊ എൻട്രി വരുന്നത് എന്താണ്? ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് അറ്റർ ടു ബാങ്ക്. എൻട്രി എന്തിനുള്ളതാണ്? റെഡീം ചെയ്യാൻ പോകുന്ന എമൗണ്ടിന്റെ 15% ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിലേക്ക് മാറ്റണം. അത് നിയമമാണ്. അടുത്ത വർഷം റെഡീം ചെയ്യാൻ പോകുന്ന ഡിബഞ്ചറിന്റെ 15% അത് മാറ്റേണ്ട ഡേറ്റ് അതിന് തൊട്ട് മുമ്പത്തെ വർഷം ഏപ്രിൽ 30 ആയിരിക്കും. ഓക്കെ, എൻട്രി നോട്ട് ചെയ്ത് വെക്കുക. ഡേറ്റ് പറഞ്ഞത് ഓർത്ത് വെക്കുക. ഇനി അടുത്ത എൻട്രി എന്താണ്? ഫോർ റിസീവിംഗ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട്. നമുക്കറിയാം, നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ ആ ഇൻവെസ്റ്റ്മെന്റിന് എന്ത് കിട്ടും? നമുക്കൊരു ഇൻട്രസ്റ്റ് കിട്ടും അല്ലെ? അപ്പോൾ ഈ DRI അക്കൗണ്ടിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റ് കിട്ടുകയാണെങ്കിൽ ആ ഇൻട്രസ്റ്റ് ലഭിക്കുന്ന സമയത്ത് വരുന്ന ജേണൽ എൻട്രി ആണ് പറയുന്നത്. ഓക്കെ, ഇൻട്രസ്റ്റ് ലഭിക്കുമ്പോൾ എന്താ വരുന്നത്? വാട്ട് കംസ് ഇൻ, ക്യാഷ് വരുന്നത് അല്ലെ? അപ്പോൾ ക്യാഷ് കൂടും. അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ. എന്തിന്റെ പേരിലാണ് നമുക്ക് ആ ഇൻട്രസ്റ്റ് കിട്ടിയത്? ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട്. അതായത് ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റിൽ നിന്നാണ് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടിയത്. അതുകൊണ്ട് ടു ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട്. എൻട്രി മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട്. എന്താ അതിന്റെ അർത്ഥം? നമുക്ക് ബാങ്കിലേക്ക് എന്ത് വന്നു? അല്ലെങ്കിൽ ക്യാഷ് വന്നു എന്നുള്ളതാണ്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, ക്യാഷ് വന്നു. ഏതിൽ നിന്നും? ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് ക്യാഷ് വന്നു. അതാണ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട്. നരേഷൻ നോക്കുക. റിസീവ്ഡ് ഇൻട്രസ്റ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ്. ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റിൽ നിന്നും നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടി. ക്ലിയർ? സെക്കൻഡ് ജേണൽ എൻട്രി എന്താണ്? അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് ജേണൽ എൻട്രി ചിലപ്പോൾ എല്ലാ പ്രോബ്ലത്തിലും ഉണ്ടാവണമെന്നില്ല. ഇൻട്രസ്റ്റ് ലഭിച്ചു എന്ന് ക്വസ്റ്റ്യനിൽ പറയുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ എൻട്രി എഴുതേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ അങ്ങനെ ഇത്ര ശതമാനം ഇൻട്രസ്റ്റ് ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഈ എൻട്രി നമ്മൾ എഴുതണം. ഓക്കെ, ഇനി മൂന്നാമത്തെ എൻട്രി എന്താണ്? നമ്മൾ ഏത് വർഷമാണോ നമ്മൾ റിഡംഷൻ നടത്തുന്നത് ആ വർഷം നമുക്ക് റെഡീം ചെയ്യണം. അപ്പൊ റെഡീം ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം എന്ത് ചെയ്യേണ്ടത്? ഈ നമ്മൾ കഴിഞ്ഞ വർഷം നടത്തിയിട്ടുള്ള റെഡീം ചെയ്യുന്ന വർഷത്തിന്റെ തൊട്ട് മുമ്പ് നമ്മൾ എന്ത് നടത്തിയിട്ടുണ്ടാവും? ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ടാവും. ആ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ വിറ്റ് ക്യാഷ് ആക്കണം. ഓക്കെ, അതാണ് ഇവിടെ മൂന്നാമത്തെ എൻട്രി പറയുന്നത്. ഫോർ റിയലൈസിംഗ് ദി എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട്. അതായത് ഇവിടെ പറയുന്ന ഇത്രയേ ഉള്ളൂ. എന്താണ്? നമ്മൾ റെഡീം ചെയ്യുന്ന വർഷം നമുക്ക് റെഡീം ചെയ്യണമെങ്കിൽ ക്യാഷ് ആവശ്യമുണ്ട്. അപ്പം ആ റെഡീം ചെയ്യുന്ന വർഷത്തിന്റെ തൊട്ട് മുമ്പത്തെ വർഷം അതിലൊരു 15% നമ്മൾ DRI അക്കൗണ്ടിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും. ക്ലിയർ? അപ്പൊ ആ DRI അക്കൗണ്ടിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള എമൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം? വിറ്റ് ക്യാഷ് ആക്കണം. അല്ലെങ്കിൽ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റിനെ നമ്മൾ വിറ്റ് ക്യാഷ് ആക്കണം. ഓക്കെ, അപ്പൊ അതാണ് എൻട്രി, മൂന്നാമത്തെ എൻട്രി. അപ്പൊ ക്യാഷ് വിറ്റിട്ട് നമ്മൾ റിയലൈസ് ചെയ്യുക. ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ എമൗണ്ട് നമ്മൾ തിരിച്ചെടുക്കുകയാണ്. തിരിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ബിസിനസ്സിലേക്ക് ക്യാഷ് വരുന്നു. അപ്പൊ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ. എന്തിൽ നിന്നാണ് എന്താണ് നമ്മൾ ഇപ്പോൾ ക്യാൻസൽ ആക്കുന്നത്? ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ക്യാൻസൽ ആക്കുന്നു. അതായത് നമ്മൾ കഴിഞ്ഞ വർഷം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലോസ് ചെയ്യാണ്. ആ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ക്ലോസ് ചെയ്യാണ്. ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായപ്പോൾ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റിനെ ഡെബിറ്റ് ചെയ്തു. അപ്പൊ അതിനെ ക്ലോസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? അതിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ എന്താ എൻട്രി വരിക? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്ന എൻട്രി വരും. ദെൻ ടു ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഈ ഒരു ഇത് വരാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്താണ്, ഇൻവെസ്റ്റ്മെന്റ് നടത്തിയത് 1,00,000 രൂപയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് 1,10,000 കുറച്ച് പ്രോഫിറ്റ്, ലാഭത്തിലാണ് വിൽക്കുന്നതെങ്കിൽ അവിടെ ഒരു പ്രോഫിറ്റ് ഉണ്ടാവും. അപ്പൊ ആ പ്രോഫിറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഇവിടെ എഴുതിയത്? ടു ഡിബഞ്ചർ റിഡംഷൻ റിസർവ് എന്ന് എഴുതിയത്. ഇത് എല്ലായ്പ്പോഴും ഉണ്ടാവണമെന്നില്ല. ചില പ്രോബ്ലത്തിൽ പറയും ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് വിൽക്കുന്നത് എന്താണ്? 1,00,000 രൂപ വിലയുള്ള ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് 1,10,000 രൂപ ആണ് നമ്മൾ അതിൽ നിന്ന് റിയലൈസ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അവിടെ ലാഭമാണ്. അപ്പൊ ആ ലാഭം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എൻട്രി വരുന്നത്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്നായിരിക്കും പൊതുവെ എൻട്രി വരിക. അതിനകത്ത് എന്തെങ്കിലും കുറച്ചധികം എമൗണ്ട് നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എഴുതുക ടു ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. അധികം ലഭിക്കുന്ന എമൗണ്ട് കാണിക്കാൻ വേണ്ടി. പ്രോഫിറ്റ് ആണെങ്കിൽ മാത്രമേ ഈ ഒരു എൻട്രി ഇവിടെ വരികയുള്ളൂ. അത് നോട്ട് ചെയ്ത് വെക്കുക. എൻട്രി വരുന്നത് എപ്പോൾ മാത്രമാണ്? ഓൺലി ഇഫ് ദർ ഇസ് എ പ്രോഫിറ്റ്. അവിടെ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം അത് ഈ എൻട്രി വരികയുള്ളൂ. ഓക്കെ,
അപ്പൊ മൂന്നാമത്തെ എൻട്രി അതായത് ഒന്ന് എന്താണ് ഇൻവെസ്റ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യുക, രണ്ട് ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് ഇൻട്രസ്റ്റ് ലഭിക്കുന്നത്, മൂന്ന് എന്താണ് ആ ഇൻവെസ്റ്റ്മെന്റ് വിൽക്കുന്നത്. ഇനി നാലാമത്തെ എൻട്രി എന്താണ്, റെഡീം ചെയ്യുന്ന എമൗണ്ടിന് ഫേസ് വാല്യൂന് ഈക്വൽ ആയിട്ടുള്ള റെഡീം ചെയ്യുന്ന ഡിബഞ്ചറിന്റെ ഫേസ് വാല്യൂന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ടിനെ നമ്മൾ എങ്ങോട്ട് മാറ്റണം, DRR അക്കൗണ്ടിലേക്ക് മാറ്റണം. അപ്പൊ DRR അക്കൗണ്ടിലേക്ക് മാറ്റുന്ന ഒരു എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും, അതായത് പ്രോഫിറ്റിൽ നിന്നും എത്ര എമൗണ്ട് ആണോ നമ്മൾ എടുത്തിട്ട് റെഡീം ചെയ്യുന്നത് അത്രയും എമൗണ്ടിന് നമ്മൾ DRR അക്കൗണ്ടിലേക്ക് മാറ്റണം. അപ്പം എൻട്രി എന്താണ്, പ്രോഫിറ്റിൽ നിന്ന് എടുക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടി സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡെറ്റർ. പ്രോഫിറ്റ് ആവാം, റിസർവ് ആവാം, അക്യുമുലേറ്റഡ് റിസർവ് ആവാം, എന്താവാട്ടോ, എന്താണോ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് അതിന്റെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, ജനറൽ റിസർവ് നിന്നാണ് എടുക്കുന്നതെങ്കിൽ ജനറൽ റിസർവ് അക്കൗണ്ട്. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. എന്താ അതിനർത്ഥം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും റെഡീം ചെയ്യാൻ പോകുന്ന ഡിബഞ്ചറിന്റെ ഫേസ് വാല്യൂ പോർഷൻ നമ്മൾ DRR അക്കൗണ്ടിലേക്ക് മാറ്റി. അപ്പൊ അതിനുള്ള DRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള എൻട്രി ആണ് എന്ത്, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് എന്ന് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഈ ഇത്രയും എൻട്രീസ് എന്താണ് എല്ലാ പ്രോബ്ലത്തിലും, ഔട്ട് ഓഫ് പ്രോഫിറ്റ് ചെയ്യുന്ന എല്ലാ പ്രോബ്ലത്തിലും ഉണ്ടാവും. ഔട്ട് ഓഫ് ക്യാപിറ്റൽ ആണ് ചെയ്യുന്നതെങ്കിലും അവിടെയും ഈ എൻട്രീസ് വരും. കാരണം എന്താണ്, 100% ഔട്ട് ഓഫ് ക്യാപിറ്റൽ ചെയ്യാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നില്ല. അപ്പൊ 10% എന്തായാലും എന്തായിരിക്കും, ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത എൻട്രി നോക്കൂ, ഫോർ മേക്കിംഗ് പേയ്മെന്റ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. അപ്പോൾ നമ്മൾ എന്താണ് DRR ഇപ്പൊ ഇവിടെയൊക്കെ ഇത്രയും 1 മുതൽ 4 വരെയുള്ള ജേർണൽ എൻട്രീസ് എന്താണ്, റെഡീം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നടത്തേണ്ട കാര്യങ്ങളാണ്. ഇനി എന്ത് ചെയ്യണം, ഡിബഞ്ചർ ഹോൾഡർക്ക് കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതണം. അത് നമ്മൾ ഔട്ട് ഓഫ് ക്യാപിറ്റൽ ചെയ്തിട്ടുള്ള അതേ എൻട്രി തന്നെയാണ്. അതാണ് ഇവിടെ എൻട്രീസ് ഹാവ് ഓൾറെഡി ഗിവൺ എന്ന് പറഞ്ഞത്. ആ എൻട്രി നിങ്ങൾക്ക് അറിയാം. എന്താണ് എൻട്രി, റിഡംഷൻ ഡ്യൂ ആക്കണം. അതായത് ഡിബഞ്ചർ ഹോൾഡർക്ക് കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് എഴുതുന്ന എൻട്രിയെ റിഡംഷൻ ഡ്യൂ എൻട്രി എന്ന് പറയാം അല്ലെ. എൻട്രി ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ എൻട്രി ഒന്ന് പറയാം. എന്താണ് എൻട്രി, ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡർ അക്കൗണ്ട് എന്നുള്ള എൻട്രി ചെയ്തു അല്ലെ. ഈ അതും കൊടുക്കാനുണ്ട്, ഡിബഞ്ചർ റിഡംഷൻ ഡ്യൂ ആക്കും, കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്തു. ഡിബഞ്ചർ റിഡംഷൻ ഡ്യൂ ആക്കാനുള്ള എൻട്രി എന്താണ്, ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡർ അക്കൗണ്ട്. അത് ഡിബഞ്ചർ ഹോൾഡർക്ക് ഡിബഞ്ചറിന്റെ ഭാഗമായിട്ട് ഇത്ര രൂപ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ആ എൻട്രി ചെയ്തു. ദെൻ അടുത്ത എൻട്രി ചെയ്തു. എന്താണ് അടുത്ത എൻട്രി എന്താണ്, അതിൽ അടുത്ത എൻട്രി എന്ന് പറഞ്ഞാൽ എന്താണ്, ഡ്യൂ ആക്കിയാൽ മാത്രം പോരാ, ആ എമൗണ്ട് കൊടുക്കണം. അപ്പൊ കൊടുക്കുന്ന സമയത്തുള്ള എൻട്രി എന്താണ്, ഡിബഞ്ചർ ഹോൾഡർ അക്കൗണ്ട് ഡെറ്റർ ടു, ആർക്കാ കൊടുക്കുന്നത്, ഡിബഞ്ചർ ഹോൾഡർക്കാണ്. എന്താ കൊടുക്കുന്നത്, ക്യാഷ്. അപ്പോൾ ഡിബഞ്ചർ ഹോൾഡർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്, അങ്ങനെ ആയിരിക്കും എൻട്രി വരിക. ആ രണ്ട് എൻട്രി നമ്മൾ ഔട്ട് ഓഫ് ക്യാപിറ്റലിൽ പഠിച്ചതാണ്. ഔട്ട് ഓഫ് ക്യാപിറ്റലിൽ ആകെ ആ എൻട്രി വരുന്നുള്ളൂ, ഒന്ന് ഡ്യൂ ആക്കാനും പേയ്മെന്റ് ചെയ്യാനുള്ള എൻട്രി. ചിലപ്പോൾ എന്താണ്, റിഡംഷൻ ഔട്ട് ഓഫ് പ്രീമിയം ആണെങ്കിൽ ആ പ്രീമിയത്തിനുള്ള എമൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എടുക്കുന്ന എൻട്രി കൂടി കാണിക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ എന്താ എൻട്രി അറിയാലോ, ഡ്യൂ ആക്കുക, പേയ്മെന്റ് ചെയ്യാം. അപ്പോൾ അഞ്ചാമത്തെ എൻട്രി എന്ന് പറഞ്ഞത് ഫോർ മേക്കിംഗ് പേയ്മെന്റ് ടു ഡിബഞ്ചർ ഹോൾഡർ എന്ന് പറഞ്ഞിടത്ത് 2 എൻട്രീസ് ഉണ്ടാവും, ഒന്ന് ഡ്യൂ ആക്കുന്നതും പേയ്മെന്റ് എൻട്രിയും. അപ്പം മൊത്തത്തിൽ 5, 6. ഇനി 7ാമത്തെ എൻട്രി എന്ന് പറഞ്ഞാൽ എന്താണ്, ഏറ്റവും ഒടുവിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, എല്ലാം കഴിഞ്ഞു, പേയ്മെന്റ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, DRR അക്കൗണ്ട്, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടിന് നമ്മൾ ക്ലോസ് ചെയ്യണം. എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്, അതിനെ ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ക്ലോസ് ചെയ്യണം. ഓക്കെ, ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് എൻട്രി എന്താണ്, ഇത് ഏറ്റവും ലാസ്റ്റ് എൻട്രി ആണ്. എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടിനെ ക്ലോസ് ചെയ്യുക, എങ്ങോട്ട് മാറ്റിയിട്ട് ടു ജനറൽ റിസർവ് അക്കൗണ്ട്. ഇപ്പൊ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ടു ജനറൽ റിസർവ് അക്കൗണ്ട്, ഇത് ലാസ്റ്റ് എൻട്രി ആണ്. അത് 7ാമത്തെ എൻട്രി. അതായത് ഈ 5 എന്ന് പറയുന്നിടത്ത് 2 എൻട്രി ഉണ്ട്. 5ാമത്തെ എൻട്രി ഡ്യൂ ആക്കുന്ന എൻട്രി, 6ാമത്തെ എൻട്രി പേയ്മെന്റ് എൻട്രി, 7ാമത്തെ എൻട്രി എന്താണ്, DRR അക്കൗണ്ടിനെ ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ക്ലോസ് ചെയ്യുന്ന എൻട്രി. അപ്പൊ ഇത്രയും എൻട്രീസ് ആണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അപ്പൊ റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ പ്ലസ് റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഉള്ള പ്രോബ്ലമാണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കുക. അപ്പൊ അതിനു മുമ്പ് നിങ്ങൾ ഇത്രയും ജേർണൽ എൻട്രീസ് നിങ്ങൾ തറോ ആക്കി വരണം, പഠിച്ചിട്ട് വരണം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഈ എൻട്രി എങ്ങനെ വന്നു എന്നുള്ളത്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് എൻട്രി പഠിക്കുക. ഔട്ട് ഓഫ് ക്യാപിറ്റലിന്റെ കാര്യത്തിൽ നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, ഔട്ട് ഓഫ് ക്യാപിറ്റലിൽ പറയുന്ന അതേ ജേർണൽ എൻട്രി എവിടെയും വരുന്നുണ്ട്, നമുക്ക് ഔട്ട് ഓഫ് പ്രോഫിറ്റിലും വരുന്നുണ്ട്. അപ്പൊ ഔട്ട് ഓഫ് ക്യാപിറ്റൽ എന്താണെന്നുള്ള ഒരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഔട്ട് ഓഫ് പ്രോഫിറ്റിലെ മൊത്തം എൻട്രി നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പൊ ഈ 5ാമത്തെ പോയിന്റിൽ ഉള്ള നോട്ട് എഴുതുന്ന സമയത്ത് ഈ 5ാമത്തെ പോയിന്റിൽ ഡ്യൂ എൻട്രി പ്ലസ് എന്താണ് പേയ്മെന്റ് എൻട്രിയും കൂടി ആഡ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതുക. അല്ലാതെ നിങ്ങൾ നോട്ട് എഴുതുന്ന സമയത്ത് എൻട്രീസ് ഹാവ് ഓൾറെഡി ബി ഗിവൺ എന്ന് എഴുതി വെക്കണ്ട. അവർ ആ എൻട്രി തന്നെ നിങ്ങൾ എഴുതി വെച്ച് പഠിക്കുക കേട്ടോ. അതായത് ഒന്ന് ഡ്യൂ ആക്കുന്ന എൻട്രി, മറ്റൊന്ന് പേയ്മെന്റ് എൻട്രി. ഇങ്ങനെ മൊത്തത്തിൽ 7 എൻട്രീസ് ഔട്ട് ഓഫ് പ്രോഫിറ്റിൽ നമുക്ക് വരും.
ദെൻ ഈ ഓരോ വർഷവും നമ്മൾ റെഡീം ചെയ്യുന്നുണ്ടെങ്കിൽ ഈ എൻട്രീസ് ഓരോ വർഷവും നമുക്ക് റിപ്പീറ്റ് ചെയ്യും. അത് നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെ വരുന്നു എന്നുള്ളത്. അപ്പം ഇപ്പോൾ ഓരോ സിറ്റുവേഷനിലും നമുക്ക് വരേണ്ട എൻട്രീസ് എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കുക. അപ്പൊ സ്റ്റെപ്പ് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ആദ്യം ഇൻവെസ്റ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യുക, പിന്നെ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടാകാം, പിന്നെ എന്താണ് ഈ ഇൻവെസ്റ്റ്മെന്റ് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട് ആ എൻട്രി ചെയ്യുക. പിന്നെ എന്താണ് റെഡീം ചെയ്യുന്ന വർഷം ഇൻവെസ്റ്റ്മെന്റ് വിൽക്കണം. ഇൻവെസ്റ്റ്മെന്റ് വിറ്റതിന് ശേഷം എന്ത് ചെയ്യണം? നമ്മൾ DRR ക്രിയേറ്റ് ചെയ്യണം. DRR ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? റിഡംഷൻ ഡ്യൂ ആക്കണം, പേയ്മെന്റ് കാണിക്കണം. ഏറ്റവും ഒടുവിൽ എന്ത് ചെയ്യണം? DRR അക്കൗണ്ടിനെ ക്ലോസ് ചെയ്യണം. എങ്ങോട്ട് മാറ്റിയിട്ട്? ജനറൽ റിസർവ് അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ അടുത്ത ദിവസത്തേക്ക് പഠിച്ചു വരിക. നെക്സ്റ്റ് ഡേ നമുക്ക് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ സമയം ഏകദേശം ഇവിടെ കഴിയാനായിട്ടുണ്ട്. നെക്സ്റ്റ് ഡേ ബാക്കി നമുക്ക് നോക്കാം കേട്ടോ.